ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഓളും കൂടി മസ്റ്റായി നിങ്ങൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ദിവസം ഇടുന്ന നല്ല നല്ല കണ്ടന്റുകളായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തങ്ങളത്തെ പറ്റി തന്നെ പറയാനാണ്. ഇനി ഡെയിലി വ്ലോഗ് ഞാൻ എങ്ങനെ ഇടണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ വൈകുന്നേരം ഓരോ വീഡിയോ വെച്ചിട്ടാലോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രമേൽ കണ്ടന്റുകൾ നമുക്ക് ദിവസം അയച്ചു തരുന്നുണ്ട് വാട്സപ്പിലൂടെ. അങ്ങനെ നിരവധി ആൾക്കാർ അയച്ചു തരുന്നുണ്ട്. ഞാൻ എന്തായാലും വാട്സപ്പിൻ്റെ ഐ ഡി അവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി അവിടെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് എനിക്ക് വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. അതെന്തായാലും ഞാൻ മസ്റ്റ് ടൈം എടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. 2024 നമുക്കൊരു അടിപൊളി വർഷമാവട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ തങ്ങളിപ്പേര് ഒരു വീഡിയോ ഉണ്ട്. അടിപൊളി വീഡിയോ ആണ്. തങ്ങളിപ്പേര് ഏറ്റവും പുതിയൊരു വീഡിയോയിൽ ഒന്നാണ്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഹബീബിന്റെ പച്ച കുബ്ബയാണ് ആ കാണുന്നത്. അവിടുന്ന് ഹക്ക് ചെയ്യും. മജ്ലിസ് ഹക്കാണ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസ് ഹക്കാണ്. ആളുകൾ ചതിയന്മാരിത് നിങ്ങൾ ചതിക്കുന്നുണ്ട്. ഈ മജ്ലിസ് ഹക്കാണ്. ഈ മജ്ലിസ് ഹക്കാണ്. 18 അടവും പയറ്റുകയാണ് ഇതിനെ തകർക്കാൻ. ഹബീബായ മുത്തുനബിയെ അവിടുത്തെ പേരമകനാണ്. അല്ലാഹുവേ, ഉപ്പാപ്പയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. അല്ലാ, 18 അടവും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ 18 അടവും പറ്റാണ് ഇതിനെ തകർക്കാൻ. പടച്ച റബ്ബേ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവിടുത്തെ പേരമക്കൾ ഞങ്ങളും ഒരുപാട് വേദന സഹിക്കുന്നുണ്ട്. അവിടുത്തെ ആ തണല് ഞങ്ങൾക്ക് നൽകണം. അല്ലാ, ആ പച്ചക്കുബ്ബ അല്ലാഹുവേ, മാ ബൈന ബൈതി വ മിൻബറി റൗളത്തും മിൻ ദിയാജ്. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് നൽകണം. അല്ലാ, നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇവിടെ വരാനുള്ള ഭാഗ്യം നൽകണം. അല്ലാ, അല്ലാഹുവിന്റെ ആ പച്ചക്കുബ്ബ ഉണ്ടല്ലോ, ആ പച്ചക്കുബ്ബ സാക്ഷിയാക്കിയിട്ട് പറയാ, ഞാൻ അല്ലാഹു എനിക്ക് തന്ന എല്ലാ നിഅമത്തുകളും സ്വലാത്തുൽ ഫാത്തിഹിലൂടെയാണ്. ഞാൻ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണ് ഇവിടെ വരാനൊക്കെ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഗൈസ്, ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായത് തങ്ങളിപ്പ യൂട്യൂബിൽ ലൈവ് ഇടാൻ വേണ്ടിയാണ് മക്കയിലേക്ക് പോയത്. തങ്ങളിപ്പയുടെ മജ്ലിസും വേദിയും സദസ്സും എന്നും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തങ്ങളിപ്പ നേരെ മക്കയിലേക്ക് പോവുകയും അവിടെ ചെല്ലുകയും അവിടെ പോയി ലൈവ് ഇടുകയും ആ ഒരു ലൈവ് പ്രോഗ്രാമിലൂടെ നിരവധി ആൾക്കാർ തങ്ങളിപ്പയുടെ വീഡിയോ കാണുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു ലൈവിന് വേണ്ടി ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് തങ്ങളിപ്പോൾ അവിടെ പോയി ചെയ്തത് തന്നെയാണ്. അല്ലാതെ സത്യസന്ധതയോടുകൂടി ഉംറ ചെയ്യാനോ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി പോകുന്നതെന്നും അല്ല. തങ്ങളിപ്പയ്ക്ക് എന്നും നിലനിൽക്കാൻ വേണ്ടി തങ്ങളിപ്പോൾ എന്തും ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനെ തങ്ങളിപ്പോൾ നേരെ പോയത് മക്കയിലേക്കാണ്. അവിടെ പോയിട്ട് തങ്ങളിപ്പയ്ക്കെതിരെ സംസാരിക്കുന്നവരെ തകർക്കണമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ തങ്ങളിപ്പയുണ്ടല്ലോ, നമ്മളെ തങ്ങളിപ്പ വീഡിയോ ലൈവായി വന്നുകൊണ്ട് കാണിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ അകത്ത് തങ്ങളിപ്പോ ഒരു അറവ് പറയുന്നുണ്ട്. മാ ബൈന ബൈതിഹി വ മിൻബരി റൗളത്തിൻ മിൻ റിയാദിൽ ജന്നാ. സ്വർഗപ്പൂന്തോപ്പാണല്ലോ, അള്ളാഹുവിന്റെ റസൂലുണ്ടല്ലോ, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയ സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലമെന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണല്ലോ. ആ സ്ഥലത്ത് പോയി നിന്നാണ് ഇങ്ങനെയുള്ള ലൈവുകളൊക്കെ ഇടുന്നത്. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. എല്ലാവരും എൻ്റെ സ്ഥിരം പ്രേക്ഷകരായി മാറണം. നിങ്ങളെല്ലാവരും ഞാൻ തങ്ങളുപ്പയിൽ നിന്നും നിങ്ങളെ എല്ലാവരെയും നല്ലൊരു മാർഗത്തിലേക്ക് 2024 കൂടി തന്നെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാനും നിങ്ങളുമൊക്കെ തങ്ങളുപ്പയുടെ നിരവധി വീഡിയോസ് കാണുകയും തങ്ങളിപ്പോൾ 2021-2020 എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇന്ന് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സോളം ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, തങ്ങളുപ്പയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടായത്? അള്ളാഹുവും അവന്റെ റസൂലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ മറന്നില്ലേ? നിങ്ങൾ ഏത് സമയത്തും
തങ്ങളുപ്പ, നാറ്റക്കോയ തങ്ങളുപ്പ അല്ലെങ്കിൽ ആറ്റക്കോയ തങ്ങളുപ്പ എന്ന് പറയുന്ന പേരല്ലാതെ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടി എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തങ്ങളിപ്പ എന്ത് പറയുന്നു അത് കേട്ടോണ്ടിരിക്കുന്നതല്ലാതെ. തങ്ങളിപ്പയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മന്ദബുദ്ധികളായിട്ടുള്ള താത്തമാരുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വലിയ പദവിയാണ് കുറെ താത്തമാര് തങ്ങളിപ്പയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. എന്റെ കമന്റ് ബോക്സിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിരവധി കമന്റുകളാണ് എന്നെ പറ്റി വന്നിരിക്കുന്നത്. എത്രയോ മോശകരമായ കമന്റുകളാണ്, എത്രത്തോളം വൃത്തികെട്ട കമന്റുകളാണ്. ഇത്രത്തോളം വൃത്തികെട്ടവരന്മാരും വൃത്തികെട്ടവളുമാരുമാണല്ലോ തങ്ങളിപ്പയുടെ വീഡിയോ കാണുന്നത്. അങ്ങനെ എനിക്കെതിരെ നിരവധി മോശമായ കമന്റുകൾ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ തകർന്നു പോകുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നടത്തുന്ന പ്രോഗ്രാം തകർന്നു പോകുമെന്നോ നിങ്ങൾ കരുതണ്ട. ഞാൻ ഒരിക്കലും പേടിച്ച് പിന്മാറുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. കാരണം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരാൾ കാണിക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എന്നെ നിങ്ങൾ തെറി വിളിച്ചാലും എന്നെ നിങ്ങൾ മോശക്കാരനാക്കിയാലും എന്നെ നിങ്ങൾ എത്രത്തോളം ആക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം ആക്ഷേപിച്ചാലും ഞാനതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതല്ലാതെ നിങ്ങളോടൊന്നും ഒരു രീതിയിലും മറുപടി തരാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ അയാളുടെ അടിമയാണ്, തങ്ങളിപ്പയുടെ അടിമയാണ്. അതുകൊണ്ട് അടിമകളെന്നും അടിമകളായി തന്നെ തുടരുക തന്നെ ചെയ്യും. എന്റെ വീഡിയോ കണ്ടിട്ട് കുറച്ചു പേരെങ്കിലും നേരെ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ പ്രഭാഷകന്മാരുടെ പ്രഭാഷണം കേൾക്കുകയും യഥാർത്ഥ തങ്ങന്മാരുടെ മജ്‌ലിസുകളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയുടെ അടിയിൽ നല്ല കമന്റുകളും വരുന്നുണ്ട്. എനിക്കും അറിയില്ലായിരുന്നു മോനത് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമന്റുകളും ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റി, കഴിഞ്ഞ വീഡിയോസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാൻ സാധിച്ചിരുന്നു. അങ്ങനെയുള്ള നല്ല നല്ല കമന്റുകളും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തങ്ങളിപ്പ ഇഷ്ടപ്പെടണ്ട എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റൂല. അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ തങ്ങളിപ്പ ചെയ്യുന്നത് തെറ്റാണോ അല്ലോ എന്ന് നിങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു മിനിമം ഒരു 10 മിനിറ്റിനകത്തുള്ള വീഡിയോ ദിവസവും രാവിലെ വൈകുന്നേരം ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോയും മനോഹരമായ ഒരു വേദിയും മനോഹരമായ ഒരു സ്ക്രീനും ഒക്കെയായി നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ വീഡിയോസായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. ഒരുപാട് ചിരിക്കാനുള്ള കണ്ടന്റുകളുണ്ട് തങ്ങളിപ്പയുടെ വീഡിയോസ്. അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് താത്തമാർ ഇങ്ങോട്ട് കാണിക്കുന്ന എങ്ങനെയാണോ എന്നോട് എന്ന് വെച്ചാൽ മോശമായ രീതിയിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട്. എൻ്റെ മുഖത്തെ പറ്റിയും എൻ്റെ ശരീരത്തെ പറ്റിയും എൻ്റെ എന്തൊക്കെയാണോ അവർ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രത്തോളം മോശമായ കമന്റുകൾ ഇടുന്നുണ്ട്. ഞാൻ അതേ രീതിയിലൊന്നും ഞാൻ മറുപടി കൊടുക്കാൻ ഒരിക്കലും ഇതുവരെ പോയിട്ടില്ല, ഇനി ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നതുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം ഇഷ്ടമാണ്. പക്ഷേ തെറ്റ് തങ്ങളിപ്പോൾ എത്ര നാൾ ഈ ലൈവ് ഇങ്ങനെ കൊണ്ടുപോകുമോ അത്രയും നാൾ ഞാനും ഇതുപോലെ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വാ മച്ചാന്മാരെ അല്ലെങ്കിൽ മച്ചാത്തിമാരെ. നമുക്ക് എന്തായാലും അടിപൊളി വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.